കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, തിരുഹൃദയ ഭക്തി എന്നത് എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും എൻ്റെ സമൂഹവും തിരുഹൃദയത്തിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ്. ആ തിരുഹൃദയത്തിൻ്റെ സമീപത്തിരുന്ന് ആ സ്നേഹജ്വാലയാൽ ഞാൻ നിറയപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ച്, പരിമിതികളെക്കുറിച്ച് ഞാൻ ബോധവാനായി മാറും. തിരുഹൃദയത്തെ ധ്യാനിക്കാതെ എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവസ്നേഹാനുഭവത്തിൻ്റെ ആ ജ്വാല നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ തിരുത്തലുകളെക്കുറിച്ചോ നമ്മൾ ഒട്ടും ചിന്തിക്കാതെ ജീവിതത്തെ നയിക്കുന്നത്. അതൊത്തിരിയേറെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ആത്മീയമായിട്ടുള്ള വീഴ്ചകൾക്കും കാരണമായിത്തീരുന്നു. ഈശോയുടെ തിരുഹൃദയത്തെ നോക്കിയിരുന്ന് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ദൈവസ്നേഹാനുഭവത്താൽ നമ്മുടെ ഹൃദയത്തെ നിറച്ച് എവിടെയെല്ലാം തിരുത്തപ്പെടേണ്ടതുണ്ടോ ആ തിരുത്തപ്പെടേണ്ട മേഖലകളെ, എൻ്റെ സ്വഭാവത്തിൻ്റെ തിരുത്താനുള്ള അവസ്ഥകളെയെല്ലാം തിരുത്തിക്കൊണ്ട് തിരുഹൃദയത്തിന് മുമ്പിൽ നമുക്ക് വലിയ സ്നേഹത്തോടെ, വലിയ അനുതാപത്തോടെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. തിരുഹൃദയം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കുന്ന കരുണയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ദുശീലങ്ങളുമെല്ലാം തന്നെ തിരുത്തപ്പെടും. ഈ തിരുത്തപ്പെടുന്ന ജീവിത ശൈലി നമ്മൾ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം അത് പരിപൂർണതയിലേക്കുള്ള ജീവിതമായി മാറുന്നു. ആ തിരുഹൃദയ ധ്യാനം എൻ്റെ ജീവിതത്തെ പരിപൂർണതയിലേക്ക് എടുത്തുയർത്തുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോനാഥ, തിരുഹൃദയ ഭക്തിയിൽ ഞാനും എൻ്റെ കുടുംബവും സമൂഹവും വളരുമ്പോൾ ആ ദൈവസ്നേഹാനുഭവം ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞ് തിരുത്തപ്പെടേണ്ട മേഖലകളെക്കുറിച്ചുള്ള യഥാർത്ഥമായൊരു അവബോധം ഞങ്ങൾക്ക് നൽകി തിരുത്തി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആഴപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തെ നയിച്ച് പുണ്യ പരിപൂർണത സ്വന്തമാക്കുന്ന മക്കളായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.